ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ 2/3 ഭൂരിപക്ഷം കിട്ടും എന്നതിൽ തർക്കം വേണ്ട എന്ന് നേതൃത്വം വീണ്ടും വീണ്ടും പറയുമ്പോൾ അതെങ്ങനെ, ഏതൊക്കെ സംസ്ഥാനത്താണ് എന്ന് വിവരിക്കാൻ അവർക്ക് കഴിയില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജിയുമായി തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ് അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്നു. അരുണാചൽ പ്രദേശിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ 10ഓളം മണ്ഡലങ്ങളിൽ ബി.ജെ.പി എതിരില്ലാതെ ജയിച്ചു എന്നുള്ളത് അവർ ഗർവായി കൊണ്ടു നടക്കുന്നു. എന്നാൽ ലോക്സഭയുടെ കാര്യം നോക്കുമ്പോൾ അരുണാചൽ പ്രദേശിലൊക്കെ 2 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോഴത്തെ സ്ട്രാറ്റജി അനുസരിച്ച് വടക്കൻ മേഖലയിൽ, അതായത് ഇന്ത്യയുടെ വടക്കേ ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിൽ ഒട്ടാകെ ബി.ജെ.പിയുടെ ഒരു തൂത്തുവാരൽ ആയിരിക്കും എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത്. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കെജ്രിവാളിൻ്റെ അറസ്റ്റിന് മുമ്പും ശേഷവുമുള്ള രാഷ്ട്രീയം വ്യത്യസ്തതയാർന്ന രാഷ്ട്രീയം തന്നെയാണ്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും സമാനതകളില്ലാതെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. നിലനിൽപ്പിൻ്റെ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയെ വീണ്ടെടുക്കാനും ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാനും വേണ്ടിയുള്ള ഇന്ത്യ മുന്നണിയുടെ തന്ത്രപ്പാട്. അതിനകത്ത് കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി ഇതുതന്നെയാണ്: നിങ്ങളിൽ ആർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ ആദ്യം ഓടിയെത്തും. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നത്തിലും ഞങ്ങളെ സമീപിക്കാം. ഞങ്ങൾ നിങ്ങളുടെ സേവകരായി തന്നെ ഇരിക്കുകയാണ്. കോൺഗ്രസിനെ ഇത്രമേൽ ആത്മാർത്ഥമായി ആം ആദ്മി പാർട്ടി ഇത്രയും നാളും വിശ്വസിച്ചില്ല. അഭിഷേക് മനു സിൻവി അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ കോൺഗ്രസിൻ്റെ പരമോന്നതമായ നേതാക്കളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അവരെല്ലാവരും ആം ആദ്മിക്ക് വേണ്ടി കട്ടയ്ക്ക് നിന്നു. ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചറിവ് വന്നിരിക്കുകയാണ്, കോൺഗ്രസിനെയാണല്ലോ ഇത്രയും നാളും കാരണമില്ലാതെ എതിർത്തതെന്ന്. ആദ്യമായി ആം ആദ്മി പാർട്ടിക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ സഹായിച്ചത് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അന്ന് അരവിന്ദർ സിംഗ് ലൗലി കോൺഗ്രസിനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ: ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ എത്രത്തോളം പ്രതിജ്ഞാബദ്ധരാകും എന്നതാണ്. അതിനെ നിങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് കളയുന്ന സമീപനം എടുത്താൽ മാത്രമേ ഞങ്ങൾ പുനരാലോചിക്കുകയുള്ളൂ എന്ന് അന്ന് ലൗലി പറഞ്ഞതാണ്. 49 ദിവസം കഴിഞ്ഞപ്പോൾ കെജ്രിവാൾ കോൺഗ്രസിൻ്റെ സഹായം വേണ്ട എന്ന രീതിയിലേക്ക് ഒരു തീരുമാനമെടുക്കുകയും പിന്നീട് അവിടെ വെച്ച് രാജി സമർപ്പിക്കുകയും ചെയ്തു. ബാക്കിയെല്ലാം ചരിത്രമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്: കോൺഗ്രസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആം ആദ്മി പാർട്ടി ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വൈകാതെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിൻ്റെ സഹായം വേണ്ടിവരുമെന്ന് ഭഗവത് മാൻ അടക്കമുള്ള നേതാക്കൾ തുറന്നു പറയുമ്പോൾ ആ പ്രാതിനിധ്യം എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.